ജീവ ആൻഡ് അപർണ തോമസ് രണ്ടുപേരും സെപ്പറേറ്റഡ് ആയി എന്നുള്ളത് അവർ തന്നെ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് കാലമായിട്ട് ഇവരുടെ ഈ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് തപ്പി നടന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേരുണ്ട്, കണ്ടൻറ്റ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് സീക്രട്ട് ഏജൻറ്റ് മറ്റേ സ്പൈ വർക്ക് ചെയ്ത് കൊണ്ടുവന്ന ഒരു ഐറ്റം ഒന്നുമില്ല. അവർ തന്നെ ഇൻഡിവിജ്വലി അവരുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തതാണ് പബ്ലിക്കായിട്ട്. ആൻഡ് ന്യൂസ് ചാനൽസ് അടക്കം എല്ലാവരും എടുത്തിട്ട് ഇത് കണ്ടൻറ്റ് ആക്കിയിട്ടുമുണ്ട്. ഈ കണ്ടൻറ്റ് കാണാൻ താല്പര്യമില്ലാത്തവർ ഇനി ഇവിടെ വന്നിട്ട് ഇന്ന കുടുംബശ്രീന്നോ അല്ലെങ്കിൽ നീ എന്തിന് ബാക്കിയുള്ളവൻ്റെ കുടുംബം ഡിസ്കസ് ചെയ്യണോ എന്നുള്ളതും ചോദിക്കേണ്ട. ഞാൻ ചെയ്യുന്നത് കാണാതിരിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ആ വഴിക്ക് പോവാം. കാണാൻ താല്പര്യമുള്ളവർ കണ്ടാൽ മതി. പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അവർ കുടുംബത്തിൽ കയറി ഇതിനകത്ത് ചൊറിഞ്ഞുണ്ടാക്കുന്നതല്ല. ഡിവോഴ്സ് എന്ന് പറഞ്ഞൊരു കാര്യം അതെന്തോ മാരകമായ തെറ്റാണ്, എന്തോ വലിയ വിഷയമാണ് എന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന ഒരു സൊസൈറ്റിക്ക് ഡിവോഴ്സ് എന്ന് പറഞ്ഞതൊരു നെക്സ്റ്റ് ഓപ്ഷനാണ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാനാണ് ഞാൻ ഈ വിഷയങ്ങൾ വരുമ്പോൾ അധികവും സംസാരിക്കാറ്. ഓക്കെ, സോ അത് ആ സെൻസിൽ കാണാൻ താല്പര്യമുള്ളത്, ആ വിഷയങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ മാത്രം. എൻ്റെ പെർസ്പെക്റ്റീവ്, വാട്ട് ഈസ് ഡിവോഴ്സ്, ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ ദ എൻഡ് ആണോ ദ ബിഗിനിങ് ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർ മാത്രം വീഡിയോ മുന്നോട്ട് കണ്ടാൽ മതി. ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഐ ആം ജീവ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ വന്നിട്ടുള്ള ആ ഒരു പോസ്റ്റ് ഞാൻ അവിടെ വയ്ക്കുന്നുണ്ട്. ഹേ എവ്രി വൺ, this is not an easy thing for me to share, but I felt I should, especially because I felt you guys deserve to hear this from me directly, as many of you have been part of my journey through my career, my happiness, my difficult moments and everything in between. അത് ആണ് കാരണം ജീവയെ പോലെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് അവരുടെ പേഴ്സണൽ ലൈഫിൻ്റെ കാര്യങ്ങളൊക്കെ വ്ളോഗ് പോലെ ഇട്ട് അവർ ആ ഒരു അവരുടെ കപ്പിൾ ഗോൾസ് അല്ലെങ്കിൽ അവരുടെ കപ്പിൾ മൂമെൻറ്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്ത ഒരു വലിയ ക്രൗഡ് ഇവിടെ ഉണ്ട്. സോ ആ ക്രൗഡിൻ്റെ മുന്നിൽ അവരുടെ ലൈഫിൻ്റെ ജേർണിയിൽ നടക്കുന്ന എന്തൊരു കാര്യം ഷെയർ ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി ഓൾസോ. അതായത് അത് ആ ഒരു ബേർഡനുമാണ്, ബാഗേജുമാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. ഇതെല്ലാം കൊണ്ടുമാണ് ഒരു കോണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ സെലിബിന് ഇതുപോലെ അവരുടെ ലൈഫിൽ നടക്കുന്ന ഡിഫിക്കൽട്ട് പാർട്ട് അടക്കം പുറത്തു എന്ന് പറയണം എന്നുള്ളൊരു അവസ്ഥ വരുന്നത്. A lot of you liked us as a couple, but from now on, it's not us anymore. It's just Jeeva and Aparna. After 11 years of marriage, we were going our separate ways. Something went wrong somewhere, and now we are accepting the truth that it just won't work out. So we both have decided to go on our separate ways, and the reason behind it is strictly personal. Hope you guys can take this in a mature way, just like we have. This has been a deeply personal discussion, and we ask for privacy and understanding as we navigate this. As we say, everything happens for a reason, and I really believe it. Thanks everyone. ഇങ്ങനൊരു പോസ്റ്റ് ഐ ആം ജീവ ഇടുന്നു. ഇതിൽ എഴുതിയതുപോലെ ഇവരുടെ വെരി പേഴ്സണൽ റീസൺസ്, സ്ട്രിക്ട്ലി ദെയർ പേഴ്സണൽ തിങ്സ്. ഒരു എന്താ പറയുക, ഐഡിയൽ കപ്പിളായിട്ട് സൊസൈറ്റിയുടെ മുന്നിൽ നിന്ന ആൾക്കാർ, ഐഡിയൽ കപ്പിൾ എന്നുള്ള രീതിക്ക് ഇവർ ആരാധിച്ചിരുന്ന, ഇവരാൾ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഒരു ടൈം കഴിഞ്ഞപ്പോൾ വാട്ട് ഹാപ്പൻ ടു ദിസ് കപ്പിൾസ് എന്നുള്ളൊരു സാധനമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. സോ ഓബിയസ്ലി ഇവർ ഇപ്പം ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതായത് സംതിങ് വർക്കൗട്ട് ആയില്ല. ഇത് ആർക്കും എപ്പോൾ വേണേൽ നടക്കരുത് ലൈഫിൻ്റെ ഒരു സ്റ്റേജിൽ. ഇപ്പോൾ ഇവർ 11 വർഷം, ഇവരുടെ വിവാഹ വാർഷികത്തിൻ്റെ അന്നാണ് ഇവർ ഈ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, 24/8/2015 ഇവർ കല്യാണം കഴിക്കുന്നു. 24/8/2026 ഇവർ ഡിവോഴ്സ് ആവുന്നു. സോ എത്ര വലിയ ലോങ് റിലേഷൻ ആണെങ്കിലും ഒരു റിലേഷൻ്റെ ഇടയിൽ നമുക്ക് തോന്നുകയാണ്, ഇനി എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് തോന്നുകയാണ്, തമ്മിൽ അടിച്ചു കുത്തി വിഷമിച്ച് സങ്കടപ്പെട്ട് ദുരിതം അനുഭവിച്ച് ഒരു ഡെഡ് ബോഡി ആവണേക്കാൾ നല്ലത് എന്താ, ഡിവോഴ്സ് ചെയ്ത് മാറിപ്പോയിട്ട് ഒരു ബെറ്റർ ലൈഫ് തുടങ്ങുക എന്നുള്ളതല്ലേ. ആ മെച്യൂർ ഡിസിഷനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സൊസൈറ്റി ഇവിടെ ഉണ്ട്. സീരിയസ്ലി മാൻ, ഇതിനൊക്കെ കമൻറ്റ് ബോക്സിലൂടെ പോയി നോക്കിയാൽ മതി, ചില കണ്ടൻറ്റുകളിലൂടെ പോയി നോക്കിയാൽ മതി. എടാ, 2 മനുഷ്യന്മാർക്ക് ഞാൻ പറഞ്ഞല്ലോ, ഡെഡ് ബോഡി ആവണേക്കാൾ നല്ലത് ഡിവോഴ്സ് അല്ലേ. അവർക്ക് 8, 10, 20 വർഷം കഴിഞ്ഞിട്ട് 2 ഹ്യൂമൻ ബീങ്സ് ആണ്, 2 മനുഷ്യരാണ്. അത് 2 സെപ്പറേറ്റ് ആയിട്ടുള്ള ഫാമിലിയിൽ ജനിച്ച് വളർന്ന ആൾക്കാർ. ഇറ്റ്സ് നോട്ട് ഈസി. പണ്ടത്തെ പോലെ എല്ലാം സഹിച്ച് അങ്ങനെ ജീവിച്ച് പോകാന്നുള്ളതിൻ്റെ അതിൻ്റെ ഒരു ആവശ്യം ഇവിടെ ഇല്ല. മനസ്സിലായോ? ഇപ്പോഴത്തെ കണ്ടീഷനിൽ എത്ര വർഷം കഴിഞ്ഞിട്ടോ നിങ്ങൾ വർക്കൗട്ട് ആവുന്നില്ലേ, യു ക്യാൻ മൂവ് ഓൺ. ദാറ്റ്സ് ഇറ്റ്. ഫൈൻഡ് എ ബെറ്റർ ലൈഫ്. അത് വേറൊരു പാർട്ട്ണറൊപ്പം ആവാം, അല്ലെങ്കിൽ ഒറ്റയ്ക്കാവാം. അതൊരാളുടെ ഇൻഡിവിജ്വൽ ഡിസിഷനാണ്.
ഓക്കെ. അപ്പം അത് കൂടുതലായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഡിവോഴ്സ് എന്ന് കേൾക്കുമ്പോഴത്തേക്ക് എന്തോ വലിയ വിഷയമെന്നൊക്കെ വരുന്നത് വിചാരിച്ച്, അല്ലെങ്കിൽ ഡിവോഴ്സ് ആയവരെ വേറൊരു കണ്ണിലൂടെ കാണുന്ന ആൾക്കാരോടൊക്കെയാണ് അത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും അവരെടുത്തുണ്ടാവുക. അത് അവരെത്രയും ഡിസ്കസ് ചെയ്തിട്ട്, മനസ്സിലായോ? ഇനി ഇതേ സാധനം തന്നെ വേറൊരു സൗണ്ടിൽ വേറൊരു അവരുടെ POVയിൽ അപർണ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. I know a lot of you have been waiting to hear from me, so this is me speaking to you directly. Yes, the marriage is over. It didn't work out and honestly didn't want to continue. It was not an easy decision, I believe, for both of us, but it was one I needed to make for myself. And today I am genuinely saying I am at peace. I'm happy. I feel safe and I feel so much lighter than I have in a long time. I don't want to get into what happened or explain every detail because some things are deeply personal. I just want to move forward and live my life peacefully. Please respect my or yours privacy and give me us that space. That's all I ask. I hope you understand. Again, same thing. അവർ രണ്ടുപേരും സംസാരിച്ച് ഒരു കാര്യം പറയാം, ഇവരിത് വെൽ പ്രിപ്പയർഡായി രണ്ടുപേരും സംസാരിച്ച് അവരവരുടെ ലൈഫിൽ മൂവ് ഓൺ ചെയ്തതിന് ശേഷം പബ്ലിക്കിനെ അറിയിച്ചത്. ദാറ്റ്സ് എ വെരി ഗുഡ് ഡിസിഷൻ, വെരി മെച്യൂർഡ് തിങ്. അടിപൊളിയായിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഞാൻ പറയുമ്പോൾ ഒരു മാതൃകയാവണം. ഈ ലൈഫിൽ ചത്ത് മരവിച്ച് രണ്ടുപേരും കോമ്പാക്റ്റിവിറ്റി ഇല്ലാതെ തീരെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത്, ഈവൻ അഡ്ജസ്റ്റിംഗ് എന്നുള്ള ടേം തന്നെ ഭയങ്കര ഒരു സീനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ട്രസ്റ്റും ഇല്ലാതെ, ഓക്കെ, ട്രസ്റ്റ് ഇല്ലാതെ, അതാണ് മെയിൻ സാധനം. ഒരു ട്രസ്റ്റും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംശയത്തിൻ്റെ കണ്ണിൽ മുന്നോട്ട് പോകുന്നതിനേക്കാൾ നല്ലത്. പല റീസൺസ് ഉണ്ടാവും ഒരു ദാമ്പത്യ ബന്ധത്തിൽ. എല്ലാം നമുക്ക് തുറന്ന് പറയാൻ പറ്റിയ റീസൺ ആവണമെന്നില്ല. ഇപ്പോൾ പബ്ലിക്കിൽ വന്ന് വീഡിയോ ഇടുന്നവരാണെങ്കിൽ പോലും അവർക്ക് എല്ലാ റീസൺസും പബ്ലിക്കിൽ വന്നിട്ട് പറയാൻ പറ്റില്ല. അവർ ചിലപ്പോൾ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലും വീഡിയോസ് ഇടുന്ന സമയത്ത് പല രീതിയിൽ പല മോട്ടിവേഷൻ ടോക്സ് നടത്തി കാണും. പക്ഷെ അത് തന്നെ ചിലപ്പോൾ ബാക്ക് ഫയർ ചെയ്തിട്ടായിരിക്കും ഇവരെല്ലാവരും മൂവ് ഓൺ ചെയ്തു പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ റീൽ ആൻഡ് റിയാലിറ്റി ഈസ് ടു ഡിഫറെൻറ്റ് സോൺ. ഓക്കെ, അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ടത്. റീൽ ഈസ് ഡിഫറെൻറ്റ്, റിയാലിറ്റി ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ റീൽ ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും റിയാലിറ്റി കാണിക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. സോ ഇപ്പോൾ ഇവിടെ അപർണയാണെങ്കിലും ജീവയാണെന്നുണ്ടെങ്കിലും ഇൻഡിവിജ്വലി അവർ മൂവ് ഓൺ ആയിട്ടുണ്ട്. അവരവരുടെ പ്രൊഫഷനായിട്ട് ഇനി മുന്നോട്ട് പോകും. ദാറ്റ്സ് ഇറ്റ്. അവർക്കിത് ഡൺ ഡസ്റ്റഡ് ആണ്. പക്ഷെ ഇതിന്ന് ഇനി ഇത് കാണുന്നവർ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറയുന്നത്, ഡിവോഴ്സ് ഈസ് എ ഗുഡ് ഓപ്ഷൻ. അതൊരു ഫുൾ സ്റ്റോപ്പ് അല്ല, അത് അടുത്തൊരു ബിഗിനിങ്ങിന് വേണ്ടിയിട്ടാണെന്നുള്ളത് മനസ്സിലാക്കി ലൈഫ് മുന്നോട്ടെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല പരിപാടി. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം ഞാൻ പറഞ്ഞല്ലോ, കുറച്ചധികം കാലമായിട്ട് ഇവരുടെ ഒരു മറ്റേ ഹൗസ് വാമിങ് വീഡിയോ പുറത്ത് വന്നത് മുതൽ അതിൻ്റെ കമൻറ്റ് സെക്ഷൻ്റെ അകത്തുണ്ട്. ഇപ്പോൾ ഈ നാട്ടുകാർ ഇവർ ഈ പോസ്റ്റ് ഇടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള ഒരു റീസൺ ഞാൻ പറഞ്ഞല്ലോ, അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിളാണിത്. അതായത് 2 പേര് ഇതുവരെ കണ്ടത്, മലയാളികൾ ഇവരെ ഇഷ്ടം പോലെ കാലമായി വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ വ്ളോഗ് വീഡിയോസ്, ഇവരുടെ കപ്പിൾ വീഡിയോസ്, ഇവരുടെ ഇൻ്റർവ്യൂസ് എല്ലാം. അപ്പോൾ ഇവരുടെ മൈന്യൂട്ട് ചേഞ്ചസ് വരെ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങും. ഓക്കെ, ചെറുതായിട്ട് ഇവരുടെ ഐ കോണ്ടാക്ട് മാറിയാലടക്കം. അപ്പോൾ ഇവരുടെ ഈ ഹൗസ് പുതിയ ഫ്ലാറ്റ് എടുത്ത വീഡിയോനകത്ത് ഇവർ സംസാരിക്കുമ്പോൾ തന്നെ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡിസ്കഷൻ ഇതാ, പണ്ടത്തെ പോലെ അല്ലല്ലോ, രണ്ടുപേരും തമ്മിൽ ഒരു കെമിസ്ട്രി ഫീൽ ചെയ്യുന്നില്ലല്ലോ, രണ്ടുപേരും തമ്മിൽ ഒരു ഐ കോണ്ടാക്റ്റ് ഇല്ലല്ലോ. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു മൈന്യൂട്ടായിട്ടുള്ളൊരു സംഗതി പോലും ആളുകൾ വാച്ച് ചെയ്യുക എന്നുള്ളത് അത് റിയാലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു പോസ്റ്റ് വരാൻ വാട്ട് ഐ ഫീൽ ലൈക്ക്, കഴിഞ്ഞ ദിവസമായിരുന്നു അപർണയുടെ ബർത്ത്ഡേയുടെ സമയത്ത്. സാധാരണ ഒരു ബർത്ത്ഡേ ഓണൊക്കെ വരുന്ന സമയത്ത്, കഴിഞ്ഞ വർഷവും ഓണത്തിൻ്റെ സമയത്തും ബർത്ത്ഡേയുടെ സമയത്തും അല്ലെങ്കിൽ ഇവരുടെ എല്ലാ ഗുഡ് ഹാപ്പനിങ്സിൻ്റെ സമയത്തും ഇവർ പോസ്റ്റ് ഇടാറുണ്ട്. കപ്പിൾ പോസ്റ്റ് തന്നെയാണ് ഇവർ പോസ്റ്റ് ചെയ്യാറ്. ഓക്കെ, പക്ഷേ ഈ ഒരു ടൈമിൽ അപർണ ഈ ഹലോ 32 എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിനിടയിൽ ഒരാൾ നാളെ നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു, ഒരു കമൻറ്റ്. അതിന് അപർണ തിരിച്ചു കൊടുത്ത റിപ്ലൈ, അതൊക്കെ പണ്ട്. ഓക്കെ, അതൊക്കെ പണ്ട്. ഒരു ദിവസം, ഒരു കുറച്ച് മണിക്കൂർ, ഒരു ദിവസം മുന്നേ ഇന്നലെ ഇട്ടൊരു പോസ്റ്റും അതിൻ്റെ കോമൻറ്റ് സെക്ഷനുമാണ്. അപ്പോൾ ഇന്നെന്തായി, അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അവരത് അനൗൺസ് ചെയ്ത് ആ ഒരു 11 വർഷത്തെ നീണ്ട ബന്ധം അവർ അവസാനിപ്പിച്ചു എന്നുള്ളത് അവർ വളരെ മെച്യൂറായിട്ട് പറഞ്ഞു തീർത്തു. ഇനി ഞാൻ പറയാനുള്ള കാര്യങ്ങൾ, അതായത് ഇവരുടെ ഒരു ബന്ധം തന്നെ എക്സാമ്പിളായിട്ട് എടുക്കാം. ഇവർ പല ഇൻ്റർവ്യൂസിനകത്ത്, ഓക്കെ, അപർണയും ജീവിയും എസ്പെഷ്യലി എടുത്തു പറയാനാണെങ്കിൽ ഐ.എം. ധന്യവർമ്മയ്ക്ക് കൊടുത്ത ഇൻ്റർവ്യൂ, ഞാൻ ആ ഇൻ്റർവ്യൂ കംപ്ലീറ്റ് കണ്ടതാണ് ഒരു 2-3 വർഷം മുമ്പ്. ആ ഇൻ്റർവ്യൂ ഭയങ്കരമായിട്ട്
ഒരു എന്താ പറയുക, ഓക്കെ നമ്മൾ കപ്പിളായിട്ട് ജീവിക്കുകയാണെങ്കിൽ ഇവർ അടിപൊളിയാണ്, അല്ലെങ്കിൽ ഇവരുടെ തോട്ട് അടിപൊളിയാണ്, നമ്മളത് സിമിലർ ആണ് എന്നൊക്കെ തോന്നിച്ചൊരു സാധനമാണ്. മനസ്സിലായോ? അവരവരുടെ പ്രീവിയസ് റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നു, അവരുടെ ഇപ്പോഴത്തെ റിലേഷനിൽ അവരെങ്ങനെയാണ് കാര്യങ്ങൾ ഈക്വലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇവർ ഭയങ്കര അടിപൊളിയായിട്ട് ഇരുന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഇൻ്റർവ്യൂവിനകത്ത്. സ്റ്റിൽ സെയിങ് ദിസ്, ഇത്രയും അടിപൊളിയായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്ത് അത് എക്സ്പെരിമെൻ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാൾക്കടക്കം 10-11 വർഷം കഴിഞ്ഞിട്ട് ഒരു കപ്പിളിന് തോന്നുകയാണ്, ഇഫ് യു ആർ നോട്ട് ഓക്കെ, ഞങ്ങൾ ഓക്കെ അല്ല, ഞങ്ങൾ ഇത്രയൊക്കെ ട്രൈ ഔട്ട് ചെയ്ത് ഞങ്ങൾ ഓക്കെ അല്ല എന്ന് പറയുമ്പോഴും ഒളിച്ചോടണ്ട, തല്ല് പിടിക്കേണ്ട, പരസ്പരം വന്ന് സോഷ്യൽ മീഡിയയിൽ ചളിവാരി എറിയണ്ട, അടിച്ചു പിരിയേണ്ട, ഡൊമസ്റ്റിക് വയലൻസ് കാണിക്കേണ്ട, ഒന്നുമില്ല, ഒരു പോലീസ് കേസ് ഒരു വിഷയത്തേക്കും പോകണ്ട, വളരെ മാന്യമായിട്ട് പോകാൻ ഡിവോഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെ ഉണ്ട്. അത് ആക്സെപ്റ്റ് ചെയ്യാനും അതിൻ്റെ ടേംസിൽ മെച്യൂറായിട്ട് കാര്യങ്ങൾ നോക്കാനും പറ്റുന്നത് ഇവരുടെ ആ ഒരു ലോങ് റിലേഷൻഷിപ്പ് അവർ നല്ല രീതിയിൽ ചെക്ക് ഔട്ട് ചെയ്തു എന്നുള്ളതാണ് അതിൽ. മനസ്സിലായോ? പലർക്കും ഇവിടെ ഇല്ലാതെ പോയത് ഇതായിരുന്നു. ഇവിടെ പല റിലേഷൻഷിപ്പിലും ഇവിടെ ഈ ഒളിച്ചോട്ടം, പരസ്പരം തമ്മിലടി, സോഷ്യൽ മീഡിയയിൽ ചളിവാരി എറിയൽ, ഡൊമസ്റ്റിക് വയലൻസ്, പരസ്പരം പാരവെപ്പ്, ഈ സാധനമൊക്കെ വരാൻ കാരണം എന്താ അറിയോ? ഒരു റിലേഷനിലും ഒന്നും ആരും ട്രൈ ഔട്ട് ചെയ്യാത്തതുകൊണ്ടാണ്. സീരിയസ്ലി വേണം. എല്ലാവർക്കും എന്താ അറിയോ? കല്യാണം കഴിക്കണം, പെട്ടെന്ന് കുട്ടി ഉണ്ടാവണം, ചിലർക്ക് കല്യാണം കഴിയുന്നതോടുകൂടി സാമ്പത്തികമായി രക്ഷപ്പെടും, അപ്പോൾ പിന്നെ അതിൽ നിന്ന് കുറച്ച് ഉണ്ടാക്കണം. ചിലർക്ക് കല്യാണം കഴിഞ്ഞു, ഇനിയിപ്പോൾ ഞാൻ ഭാര്യയുടെ റോള് മാത്രമാണ്, ഇനി എനിക്ക് ജോലിയൊന്നും വേണ്ട, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഒരു നല്ല കുടുംബിനിയായിട്ടിരിക്കുകയെന്ന് ചിലർ വിചാരിക്കും. അങ്ങനെ ഓരോരുത്തരും ഓരോ ഭാരങ്ങൾ എടുത്ത് തലയിൽ വയ്ക്കും. ആസ് എ കപ്പിൾ ഇവരൊന്നും ട്രൈ ചെയ്യാൻ റെഡിയല്ല. ട്രൈ ചെയ്തിട്ടല്ലേ കാര്യമുള്ളൂ. ട്രൈ ചെയ്ത് മുന്നോട്ട് പോയി ഒന്നും നടക്കാത്തൊരവസ്ഥ വരികയാണെങ്കിൽ ഈസിലി എന്താ സെപ്പറേറ്റഡ് ആയിട്ട് പോയിട്ട് അവർക്ക് അവരുടെ ലൈഫ് വേറെ ഏതെങ്കിലും ഒരു ഓപ്ഷൻസ് തിരഞ്ഞെടുത്ത് പോവാം. ഓക്കെ, ഇതൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആവണം ഞാൻ പറയുമ്പോൾ. കാരണം എന്താ പറയുക, ഇവിടെ ഈ കാലഘട്ടത്തിലും ഇഷ്ടംപോലെ ആൾക്കാർ സഫറിങ് ആണ്. കാരണം ഒരു ലൈഫിനെ എങ്ങനെ എക്സ്പെരിമെൻ്റ് ചെയ്യുക എന്നുള്ളത് അറിയാം. അത് നമ്മൾ സന്തോഷിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ കപ്പിളായിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്യണം. എന്നാലേ നമുക്ക് നമ്മൾ എവിടെയാണ്, ഏതിലാണ് നമ്മൾ കുറവുള്ളത്, എവിടെയാണ് നമ്മളെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉള്ളത്, എവിടെയൊക്കെ നമുക്ക് തിരുത്താം, എവിടെയൊക്കെ നമുക്ക് തിരുത്തി മുന്നോട്ട് പോകാൻ പറ്റും, ഇനി മുന്നോട്ട് പോകാൻ പറ്റുമോ ഇല്ല എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം, ഒരു ടൈം എടുത്ത് എക്സ്പെരിമെൻ്റ് ചെയ്യണം. അല്ലാതെ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ജീവിതം തൊലച്ച് ചത്തുകുത്തിയിരുന്ന് കുറേ കാലം അങ്ങനെ പോയി, പിന്നെ അതൊരു വയലൻസിക്ക് പോയി, അല്ലെങ്കിൽ പിന്നെ അതൊരു വേറെ എന്തെങ്കിലും ഒരു അപരാധത്തേക്ക് പോയി, അതിൻ്റെ കാര്യം എന്താ? ഇപ്പോൾ അയാം ധന്യവർമ്മേൻ്റെ ഇതിൽ തന്നെ ഇവർ കുറച്ചധികം കാര്യങ്ങൾ ഇവരുടെ ലൈഫിൽ എക്സ്പെരിമെൻ്റ് ചെയ്തതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞങ്ങളുടെ റിലേഷൻഷിപ്പ് പുറമേ കാണുന്ന പോലെ ഭയങ്കര എന്താ പറയുക, സ്വീറ്റ് ആൻഡ് യുനോ ലൈക്ക് ഭയങ്കര ബബ്ലി അങ്ങനെയൊന്നും അല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. ഒരുപാട് ചാലഞ്ചസ് ആസ് ഇൻ ഫാമിലിയിൽ നിന്ന് ഒരുപാട് പ്രഷേഴ്സ് ഉണ്ട്, പുറത്തുനിന്ന് പ്രഷേഴ്സ് ഉണ്ട്. ഞങ്ങളുടെ ഫിനാൻഷ്യൽ എന്താ പറയുക, ഒരു സ്റ്റെബിലിറ്റി സ്റ്റിൽ സം ടൈംസ് ലൈക്ക് ചില മാസങ്ങളിൽ അല്ലെങ്കിൽ ചില സമയത്ത് ഞങ്ങൾ എടുത്ത തീരുമാനങ്ങൾ ശരിയാണോ എന്ന് ഞങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. വി ഹവ് ഹാഡ് ഫൈറ്റ്സ്. ചില സമയത്ത് ഓക്കെ, ഇപ്പം തന്നെ ചേച്ചിക്ക് ഞങ്ങളുടെ ഒരു ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും, ഒരു എന്താ പറയുക, ഡിസിഷൻ മേക്കിങ്ങിന് കുറച്ച് ഒരു മറ്റുള്ളവരെ വിഷമിപ്പിക്കേണ്ട എന്നൊരു ഇതുണ്ട്. പക്ഷെ എനിക്ക് ഞങ്ങളുടെ ആ ഒരു കപ്പിൾ അല്ലെങ്കിൽ ആ ഒരു ലൈഫിൽ എനിക്ക് കുറച്ച് അത് കൂടുതലാണ്. ഞാൻ അങ്ങനത്തെ ഡിസിഷൻസ് എടുക്കാൻ ഒരു മടിയില്ലാത്ത ഒരാളാണ്. ഞങ്ങളുടെ ഇടയിൽ ഒരുപാട് ഫൈറ്റ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. സംടൈംസ് ഞാൻ ജീവനോട് പറയും, ജീവ യു ഷുഡ് ഡു ദിസ്, ഇത് എന്താ പറയുക, ഫിനാൻഷ്യലുള്ള കാര്യങ്ങൾ നീ ഇത് ചെയ്യണം, ഞാനിത് ചെയ്യും, ജീവ അത് ചെയ്യണം, ഞാനിത് ചെയ്യാം, നമ്മളങ്ങനെ പറയാറുണ്ട്. ഫൈനാൻഷ്യൽ ഡീലിങ്സിൻ്റെ കാര്യം. പക്ഷെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം ഞങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന്. ഇപ്പം അപർണയ്ക്ക് ഒരു മാസം അപർണ എത്ര ഏൺ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ ചോദിക്കാതെ തന്നെ എന്നോട് പറയും. ഞാൻ പറയും ഓക്കെ, ഇന്ന പേയ്മെൻറ്റ്സ് എനിക്ക് വരാനുണ്ട് മുത്തേ, അപ്പം നമുക്ക് ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം, യു വിൽ ഡു ദിസ് എന്ന് ഞാൻ പറയും. അപർണ അങ്ങനെ തന്നെ, എനിക്ക് ഇന്ന പേയ്മെൻറ്റ്സ് വരാനുണ്ട്, അപ്പോൾ എനിക്ക് ഈ മാസം കുറച്ച് ടൈറ്റ് ആയിരിക്കും. കാര്യം ഇത് ഞങ്ങൾ രണ്ടും കൂടെ വർക്ക് ചെയ്താലേ ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഞങ്ങൾക്ക് വേറെ ആരുമില്ല വർക്ക് ചെയ്താലേ. ഞങ്ങൾ സ്ക്രാച്ചിൽ നിന്ന് മൈനസ് നിന്ന് തുടങ്ങിയാണ്. ഞങ്ങൾ കല്യാണം കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ ലയബിലിറ്റീസില്ല, ഇപ്പോഴും അങ്ങനെ തന്നെ. ഞങ്ങൾ ഒരു സൈഡിൽ നിന്ന് അപർണയുടെ ഫാമിലിയെ നോക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ഫാമിലിയെ നോക്കുന്നുണ്ട്, ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഇത്രയും കാര്യങ്ങൾ നോക്കിയാലും ഞങ്ങൾ ആഗ്രഹിക്കുന്ന, ഞങ്ങൾ സ്വപ്നം കാണുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊരു മേക്കപ്പ് പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതാണെങ്കിലും, ഷർട്ട് വാങ്ങിക്കുന്നതാണെങ്കിലും, ഞങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നതാണെങ്കിലും, ഇതൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്.
ഇതൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാൻ ചെയ്യും. ഓക്കെ, ഇന്ന മാസം നമുക്ക് ട്രാവൽ ചെയ്യാം, അപ്പോൾ ഒരു 2-3 മാസമുണ്ട്, നമുക്ക് ഈ കുറച്ച് നമുക്ക് സേവ് ചെയ്യാം. അപ്പം ഞാൻ അങ്ങനെയാണ് ഈ മാസത്തെ ക്രെഡിറ്റ് കാർഡ് ഞാൻ അടയ്ക്കാം, സാലറി ഇങ്ങനെ. ഇതൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാൻഡിൽ ചെയ്യുമ്പോൾ വഴക്കുണ്ടാവും. ഞങ്ങളിതുവരെ ഗംഭീരമായിട്ട് വഴക്കിട്ടിട്ടില്ല, ദൈവം സഹായിച്ച്. എല്ലാം കുഞ്ഞു വഴക്കുകളാണ്. ഞങ്ങൾക്ക് സോർട്ട് ചെയ്യാൻ പറ്റുന്ന, ഞങ്ങൾ കിടക്കുന്നതിന് മുമ്പ് അത് ചുമ്മാ നമ്മൾ ഇന്റർവ്യൂവിന് വേണ്ടി പറയുന്നതല്ല. റിയൽ ലൈഫിൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാറുണ്ട്. നമ്മൾ വഴക്കിടും, ഡെഫിനറ്റ്ലി വഴക്കിടും. പക്ഷെ വഴക്കിട്ട് കഴിഞ്ഞാൽ വി സിറ്റ് ആൻഡ് ടോക്ക് ആൻഡ് ദെൻ ഓക്കെ വി കം ടു എ കൺക്ലൂഷൻ. ഓക്കെ, ദിസ് ഹാപ്പൻഡ്, ഇനി ശ്രദ്ധിക്കണം, ചെയ്യാൻ പാടില്ല, ജീവ അത് ചെയ്യണം, എന്നോടാണെങ്കിൽ അപർണ നീ അത് ചെയ്യണം, അല്ലെങ്കിൽ എന്നെ ഷിട്ടു എന്നാണല്ലോ വിളിക്കുന്നത്, ഷിട്ടു നീ അത് ചെയ്യണം എന്ന് എന്നോട് പറയാറുണ്ട്. ഇവർ ഈ അയം ധന്യവർമ്മേൻ്റെ ഈ ഒരു ഇൻ്റർവ്യൂവിനകത്ത് ഈ ഫിനാൻഷ്യൽ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞത് അതിനെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമായിരുന്നു ആ ടൈമിൽ. കാരണം ഏകദേശം ആ ഒരു പീരിയഡിൽ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാനും സ്നേഹയാണെങ്കിലും ഇവർ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് ഞങ്ങൾ ഭയങ്കര സ്നേഹ ജോലിയുണ്ട്, ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഒന്നിങ്ങനെ സെറ്റായി വരുന്നേ ഉള്ളൂ, എത്ര കാലം വീട്ടിൽ ചോദിക്കാൻ പറ്റും, മനസ്സിലായോ? വീട്ടിൽ ചോദിക്കാനുള്ളൊരു സിറ്റുവേഷനും ഇൻ്റെതല്ല, കാരണം അച്ഛനായിട്ട് ഞാൻ ഭയങ്കര പൊട്ടിയായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞത് നമുക്ക് നമ്മളുടേതായിട്ടുള്ളൊരു ഗ്രിപ്പ് വേണമല്ലോ ഇവിടെ. സോ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട് ഇതിനകത്ത്. സോ ദീസ് ഓൾ മോട്ടിവേറ്റഡ് അസ് സീരിയസ്ലി. കാരണം ഇവരുടെ ഈ കപ്പിൾ ഗോൾസിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാരണം എല്ലാ വീട്ടിനകത്തും ഞാൻ തുറന്നു പറയാം, നമ്മൾ നമ്മളെ പാരൻസിനെ നോക്കിയാലടക്കം ഒരു അച്ഛനും അമ്മയും, നമ്മളെ അച്ഛനും അമ്മയും ചിലപ്പോൾ തമ്മിൽ തല്ലിയിട്ടുണ്ടാവുക അധികവും പൈസയുടെ കാര്യങ്ങൾക്കായിരിക്കും, മനസ്സിലായോ? ഇപ്പം ഞാനൊരു NRI അച്ഛൻ്റെ മോനാണ്. എൻ്റെ വീടിനകത്ത് ഐ യൂസ് ടു സീ ഫോൺ വിളിച്ചിട്ട് ഞാൻ എനിക്ക് ഇത്ര അയച്ചില്ലേ പണ്ട്. അച്ഛനെ പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം അമ്മേനെ പറഞ്ഞിട്ടും കാര്യം, രണ്ടാളെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം അവിടുന്ന് അയക്കുന്നവർക്ക് അവർ അയച്ച നയിപ്പിൻ്റെ പൈസ ഇവിടെ നാട്ടിൽ എങ്ങനെ ചിലവാക്കി എന്ന് അറിയണം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ കാലാകാലത്തിന് പൈസ കൂടി വരിക, സാധനങ്ങളെ പൈസ കൂടുക, ജീവിത ചെലവ് കൂടുന്നൊരവസ്ഥ വരിക. അപ്പോൾ ഇവിടെ ചിലവാക്കുമ്പോൾ അവിടെ അത് ഞാൻ അയച്ചിട്ട് തികഞ്ഞില്ല എന്നുള്ള അപ്പോൾ അധികവും നമ്മളെ പാരൻസൊക്കെ തമ്മിൽ അടി ഉണ്ടായിട്ടുണ്ടാവുക ഈ പറഞ്ഞ ഫിനാൻഷ്യൽ മാറ്ററിൻ്റെ മുകളിലായിരിക്കും. നമ്മൾ ഒരു നാളൊരു ജീവിതത്തേക്ക് പോകുമ്പോഴും ഇതേ ഫിനാൻഷ്യൽ മാറ്ററിൻ്റെ മുകളിലാവും നമ്മളുടെ അടികൾ ഉണ്ടാവുക. സോ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ഭയങ്കര കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുക, ആൻഡ് ഒരാൾ മറ്റൊരാൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ സ്റ്റേബിൾ ആവുക എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഒരു സൈഡ് മാത്രം, ഒരാണ് മാത്രം അധ്വാനിച്ച് പോകുന്ന ഒരു കുടുംബത്തിനകത്ത് ഒരു പെണ്ണിൻ്റെ ജീവിതവും നരകമായിരിക്കും, ഒരാണിൻ്റെ ജീവിതവും നരകമായിരിക്കും. പാരൻസ് എന്നുള്ള നിലയ്ക്ക് കുട്ടികളുടെ മുന്നിലും അവർ സ്ട്രഗിളിങ് ആയിരിക്കും. നേരെ മറിച്ച് ആണും ജോലിക്ക് പോകുന്നു, പെണ്ണും ജോലിക്ക് പോകുന്നു, അവരുടെ നീഡുകൾ ഫുൾഫിൽ ചെയ്യാൻ മാത്രം അവർ ശമ്പളം അല്ലെങ്കിൽ ഒരാൾ അധ്വാനിച്ച് പൈസ ഏൺ ചെയ്യുന്നു, രണ്ടുപേരും ഒരേപോലെ എന്ത് ചെയ്യുന്നു, അവരുടെ അധ്വാനം വീട്ടിലിടുന്നു. പിന്നെ അവർക്ക് ഈ പറഞ്ഞ പോലെ അവരുടെ ഫാമിലിക്ക് കൊടുക്കാം, അവരവരുടെ സ്വന്തം ലൈഫിൽ. ഈ സംഗതി, ഈ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, ഈ ഫ്രീഡം, ഈ സാധനം ഇവരുടെ ഈ ഒരു സംസാരത്തിൽ നിന്ന് ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിരുന്നു ആ ടൈമിൽ. ദെൻ ലേറ്റർ ഓൺ ഇത് ഞാനാണെങ്കിലും സ്നേഹയാണെങ്കിലും ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. ഈവൻ ഇവർ ഈ പരസ്പരം അവർക്ക് ആ ഒരു എന്താ പറയുക, ഒരാൾ മറ്റൊരാളോട് അവരുടെ ഇൻകത്തിൻ്റെ വരുമാനത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആ പറഞ്ഞത്, അതായത് ഇപ്പോൾ എനിക്ക് എത്ര കിട്ടി, നിനക്ക് എത്ര കിട്ടി, നമ്മൾ എത്ര സ്പെൻഡ് ചെയ്യുന്നു, നീ എത്ര സ്പെൻഡ് ചെയ്യുന്നു, ഞാൻ എത്ര സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള കണക്ക് പറയുന്നു. ഈ ഒരു സാധനം മാത്രം നമുക്ക് അങ്ങോട്ട്, അപ്പോൾ ഞാൻ പോയിട്ട് സ്നേഹനോട് എനിക്ക് എത്ര കിട്ടി, അല്ലെങ്കിൽ എനിക്ക് ഇത്ര കിട്ടുന്നുണ്ട്, സ്നേഹ എനിക്ക് എത്ര കിട്ടും, എനിക്ക് ഇത്ര കിട്ടി, വി ആർ നോട്ട് യൂസ് ടു ലൈക്ക് അങ്ങനത്തെ ഒരു സാധനത്തിന് ഞങ്ങൾ യൂസ് ടു അല്ല. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും കാര്യങ്ങൾ തമ്മിൽ ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒപ്പം ചെയ്യും, മനസ്സിലായി? ഞങ്ങൾ രണ്ടുപേരും ഏൺ ചെയ്യും. പക്ഷേ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഒരു ബാരിയർ ഇല്ല, രണ്ടുപേരും ഭയങ്കര തുറന്നടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം. ആ ഒരു സാധനം മാത്രമേ ഞങ്ങൾ റെക്ടിഫൈ ചെയ്തതോ അല്ലെങ്കിൽ ഈ സാധനത്തിന് ഞങ്ങൾ മാറ്റിയെടുത്തതോ. അപ്പോൾ സംവെയർ ഇത് ഞങ്ങൾ കണ്ടതാണ് ഈ ഇൻ്റർവ്യൂസ്. കാരണം നമ്മൾ കല്യാണം കഴിച്ച് ഒരു കപ്പിളായിട്ട് നിൽക്കുമ്പോൾ വേറൊരു കിടിലൻ കപ്പിൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള ഒരു കപ്പിൾ എന്തെങ്കിലും പറയുമ്പോൾ അവർ ഇൻ്റർവ്യൂസ് ഞങ്ങൾ ഇത് കാണാറൊക്കെ ഉണ്ട്, ഇരുന്ന് കാണും. കണ്ടിട്ട് നമ്മൾ പരസ്പരം പറയും, അവരങ്ങനെയാണ്, അപ്പോൾ നമ്മളിങ്ങനെ. ഇത് ഞങ്ങൾ പറയുന്നൊരു ഐറ്റമാണ്. അപ്പോൾ ഇവർ ഈ പറഞ്ഞതിൽ ഇത് അന്ന് തന്നെ നമ്മൾ നോട്ട് ചെയ്തൊരു കാര്യമായിരുന്നു. ഈ ഫിനാൻഷ്യൽ സാധനത്തിൻ്റെ മുകളിൽ ലേറ്റർ ഓൺ ഈ അടുത്ത് അപർണ ഒറ്റയ്ക്കൊരു ഇൻ്റർവ്യൂ കൊടുത്ത സമയത്ത് ഈ ഫിനാൻഷ്യൽ കാര്യങ്ങളെക്കുറിച്ചൊരു ചോദ്യം, അത് ഒരു ഫിനാൻസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു സാധനമാണ്, അതായത് കാര്യം സാമ്പത്തികമാണെന്നുള്ളൊരു ഐറ്റമായിരുന്നു അത്, ആ ഒരു ഇൻ്റർവ്യൂ. അതിനകത്ത് ഒരു ഫിനാൻഷ്യൽ സാധനത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പം 2 കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട് അറ്റ് ഹോം അല്ലേ, അപ്പം ഹൗ ട്രാൻസ്പെറൻ്റ് ആർ യു ബോത്ത്? അപ്പം അതായത് ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആണോ രണ്ടുപേർക്കും, എല്ലാ കാര്യങ്ങളും അറിയോ, അത് കുറച്ച് ഷെയർ ചെയ്യോ, അത് ഇൻ ബിറ്റ്വീൻ ആണോ, അത് എങ്ങനെയാണ് വീട്ടിൽ? ഒരു ഇൻ ബിറ്റ്വീൻ ആണ്. അത്രയും ട്രാൻസ്പെറൻ്റ് അല്ല വെൻ ഇറ്റ് കംസ് ടു അവർ ഫിനാൻസസ്.
ബിക്കോസ് ഐ ഹാവ് ഓൾവേസ് ഫെൽറ്റ് നമ്മളിപ്പോൾ ഒരാളെ കാണുമ്പോൾ നമ്മൾ അയാളുടെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ വിചാരിച്ചാൽ നമ്മളൊന്ന് അന്വേഷിച്ചൊക്കെ കണ്ടുപിടിച്ചാൽ നമുക്ക് അയാളുടെ കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഒരു 75-80% കാര്യങ്ങൾ അറിയാൻ പറ്റും. പക്ഷേ നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും അയാളുടെ അക്കൗണ്ടിൽ എത്ര കാശ് ഉണ്ടെന്ന്. അല്ലേ? ആർക്കും അറിയാൻ പറ്റില്ല. ഇപ്പോൾ ഐ വിൽ നെവർ നോ ഹൗ മച്ച് മണി യു വിൽ ഹാവ് ഇൻ യുവർ ബാങ്ക് അക്കൗണ്ട്. Exactly. Nobody will be very open about it. Even you won't know how much I have in my account. So that is there between us also. ഇപ്പം ആ ഒരു എന്താ പറയുക, എക്സാക്റ്റ് എത്ര എൻ്റെ കയ്യിലോ അല്ലെങ്കിൽ ജീവയുടെ കയ്യിലോ അങ്ങനെ നമ്മൾ പറയാറോ അങ്ങനെ ഷെയർ ചെയ്യാറൊന്നുമില്ല. ബട്ട് വെൻ ഇറ്റ് കംസ് ഒരു സമയത്ത് നമ്മുടെ രണ്ടുപേരുടെയും എന്താ പറയുക കയ്യിൽ ഇത് വെച്ചിട്ടാണ് നമുക്കൊരു കാര്യം ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഓക്കെ ഐ വിൽ ബി ലൈക്ക് ഓക്കെ യു നോ വാട്ട് ഐ ഹാവ് ദിസ് മച്ച്, I can put this much, you are also going to put this much, let's do this എന്ന് പറഞ്ഞിട്ട് ആ ഒരു ട്രാൻസ്പെറൻസി ഡെഫിനറ്റ്ലി. ഈ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷവും നമ്മളിത് കണ്ടിട്ട് നമ്മൾ പരസ്പരം പറയുന്നുണ്ടായിരുന്നു, സി ഹിയർ ഇറ്റ് ഗോസ്. അതായത് ഇവർ എക്സ്പെരിമെൻ്റ് ചെയ്യാണ്, നമ്മളും നമ്മളെ ലൈഫിൽ എക്സ്പെരിമെൻ്റ് ചെയ്യാണ്. അപ്പോൾ അന്ന് ഇവർ പറഞ്ഞ സംഗതി നമുക്ക് വർക്കൗട്ട് ആയില്ല. ഏത് പരസ്പരം എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഫിനാൻഷ്യൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് ഞാൻ അങ്ങനെ പറയാറൊന്നുമില്ല. ബട്ട് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ഡെഫിനറ്റ്ലി ചോദിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യും. അതും ചില കോൺട്രിബ്യൂഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാശ് കണക്ക് പറഞ്ഞ് എണ്ണി അങ്ങോട്ടും കൊണ്ട് തിരിച്ചു വാങ്ങാറുണ്ട്. ആൻഡ് കമ്മിങ് ടു ദിസ്, ഇത് റീസെൻ്റ്ലി കണ്ട സമയത്ത് ഞങ്ങൾ പറഞ്ഞു ദിസ് ഈസ് വാട്ട്, ഇതാണ് ഒരു റിലേഷൻഷിപ്പിൽ വേണ്ടത്. ഇത് ഹെൽത്തിയാണ്, ഇത് അൺഹെൽത്തി അല്ല. മനസ്സിലായോ? അതായത് ഒരു ടൈമിൽ അവർ ഭയങ്കര എന്താ പറയുക ട്രാൻസ്പെറൻ്റ് ആയിട്ട് പരസ്പരം കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ ആൾക്കാർ തന്നെ ലേറ്റർ ഓൺ അത്ര ട്രാൻസ്പെറൻസിൻ്റെ ആവശ്യമില്ല ഫിനാൻഷ്യൽ കാര്യങ്ങൾ. കാരണം ഫിനാൻഷ്യൽ മാറ്റേഴ്സ് എപ്പോഴും വിഷയമായിരിക്കും. മനസ്സിലായോ? എപ്പോഴും ഇതൊരു സീനാണ്. നമ്മൾ ചില കാര്യങ്ങളിൽ ഓവർ തിങ്ക് ചെയ്തു പോകും. മനസ്സിലായോ? ഒരാൾ ഇപ്പോൾ ഇത്ര പൈസ ഉണ്ടാക്കുന്നു, അയാൾ ഇത്ര സ്പെൻഡ് ചെയ്യുന്നു. ആ സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ കണക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഇത് വാങ്ങുന്നതിൻ്റെ കണക്കറിയാം, അപ്പോൾ സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ കണക്ക് ഇത്രയും, ഇത് ആർക്ക് സ്പെൻഡ് ചെയ്യുന്നു, ഇത് എന്തിന് സ്പെൻഡ് ചെയ്യുന്നു. മനസ്സിലായോ? ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൈൻഡ് ഓഫ് ഈഗോ ചിലപ്പോൾ വർക്കൗട്ട് ചെയ്യാം. ഈഗോയിലുപരി ചിലപ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓഹോ അപ്പോൾ എനിക്ക് അയാൾ ഇത്ര, ഇപ്പോൾ ഭാര്യ ഭർത്താവിനോട് പറയുകയാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ഇത്ര സ്പെൻഡ് ചെയ്യുന്നില്ല, ബാക്കി കാശ് നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു, നിങ്ങളെ വീട്ടുകാർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു. നോ, ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് വേ. മനസ്സിലായോ? അത് തിരിച്ചു പോവാം, ഭർത്താവ് ഭാര്യനോടും പറയാം. അപ്പോൾ എപ്പോഴും ഈ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ടല്ലോ, ലൈഫ് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ ലൈഫ് എക്സ്പെരിമെൻ്റ് എല്ലാവർക്കും വേണം. അല്ലാതെ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ചത്തുകുത്തി ജീവിക്കുന്നതാവരുത്. ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ ഓക്കെ താലികെട്ടി കല്യാണം കഴിഞ്ഞു, നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി കല്യാണം കഴിച്ചു, ഇനി അങ്ങോട്ട് ഞാൻ ഭർത്താവാണ് നീ ഭാര്യയാണ്, മരിച്ച് എൻ്റെ പണി എന്ന് പറഞ്ഞാൽ വീട്ടിലെ പണിയെടുക്കലും ബാക്കിയെല്ലാം ചെയ്യലും ബാക്കി കുട്ടികളെ പ്രസവിക്കലും അത് നോക്കലും ഇതൊക്കെയാണ്. എൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തേക്ക് കാശ് ഉണ്ടാക്കാൻ വേണ്ടി കാശ് കൊണ്ടുവരലാണ്. ബാക്കി കാര്യങ്ങൾ ഞാൻ ഫ്രീഡം എനക്ക് തരും, ഞാൻ എനക്ക് ചെയ്തു തരും. ഈ മൂഡിലൊരാണും പെണ്ണും ഇരുന്നിട്ട് ഒരു കാര്യം ഇപ്പോഴത്തെ കണ്ടീഷനിലില്ല. ഓക്കെ, ലൈഫാണ്. നമ്മളുടെ മുന്നിൽ നമ്മുടെ പാരൻസിൻ്റെയും നമ്മുടെ ചുറ്റുവട്ടത്ത് വേറൊരു ജനറേഷനിലുള്ള ആൾക്കാരുടെയും ലൈഫ് ഒരുപാട് നമ്മുടെ മുന്നിലുണ്ട്. പലരും പറയാതെ പറയുന്ന മുഖങ്ങൾ നരകിച്ച് ജീവിക്കുക ഒക്കെ സാക്രിഫൈസ്, ഒന്നും കാണില്ല, ഒന്നും അനുഭവിക്കില്ല, ഒന്നും എക്സ്പെരിമെൻ്റ് ചെയ്യില്ല. മനസ്സിലായോ? ലൈഫിൽ ഒരു കാര്യങ്ങളും അവർ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഒരു നല്ല ഡ്രസ്സ് അവർക്ക് ഇടാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും ഇടാൻ പറ്റാത്തൊരവസ്ഥ സൊസൈറ്റീനെ കുറിച്ച് ചിന്തിച്ചിട്ടും ഞാനൊരു ഭാര്യയായി, ഞാനൊരു ഭർത്താവായി. ചില ആൾക്കാരുണ്ട് കുറച്ചും കൂടി ഒരു ഓൾഡർ ജനറേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 30-35 ആകുമ്പോഴത്തേക്കും അവർ മനഃപൂർവ്വം എന്ത് ചെയ്യും, ഒരു സോളിഡ് കളർ ഷർട്ട്, ഒരു മുണ്ട്, അതൊക്കെയാണ് മാറും. തന്തയായി എന്നുകൊണ്ട് ഉറപ്പിക്കും, തള്ളയായി എന്നുകൊണ്ട് ഉറപ്പിക്കും. കുട്ടികളും കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ നോക്കുക വേണ്ട, ആ തന്തവൈബും തള്ളവൈബും എടുത്ത് തലയിൽ വയ്ക്കും. ലൈഫ് എക്സ്പെരിമെൻ്റ് ചെയ്യണം, അല്ലെങ്കിൽ ലൈഫിൻ്റെ എക്സ്പെരിമെൻ്റ് ചെയ്ത് ഒരു സെർട്ടൻ ടൈം, ഇനഫ് ടൈമാണ്, ഒരു 10 കൊല്ലം 5 വർഷമൊക്കെ ഉണ്ടല്ലോ. ഇത് ഈ കല്യാണം കഴിഞ്ഞിട്ടും എന്ത് ചെയ്യാം, നമുക്ക് 2 കപ്പിൾസ് പരസ്പരം അവരുടെ കോമ്പാക്റ്റബിലിറ്റി ചെക്ക് ചെയ്യാൻ ഇറ്റ്സ് എ ഗുഡ് ഇനഫ് ഹെൽത്തി ടൈം. അതിനുശേഷം വർക്കൗട്ട് ആയില്ലെങ്കിൽ ദേ ക്യാൻ മൂവ് ഓൺ, ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ, കംപ്ലീറ്റ്ലി ഓക്കെ. പല രീതിയിൽ വർക്കൗട്ട് ആവാതിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ സീനുകളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ആർക്കും ട്രസ്റ്റിൻ്റെ വിഷയങ്ങൾ ഉണ്ടായിരിക്കാം. ട്രസ്റ്റ്, ഫിനാൻഷ്യൽ ഇഷ്യൂസ്, അല്ലെങ്കിൽ ആങ്കർ ഇഷ്യൂസ്. മനസ്സിലായോ? അപ്പോൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കുടുംബത്തിനകത്ത് പുറത്തുനിന്ന് ഒരു അമ്മായിയമ്മ ഇൻഫ്ലുവൻസ്, അമ്മായിച്ചൻ ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുടുംബക്കാരുടെ ഇൻഫ്ലുവൻസ്, നാട്ടുകാരുടെ ഏതെങ്കിലും ഇൻഫ്ലുവൻസ്, അതൊക്കെ കട്ട് ചെയ്യാം. പരസ്പരം നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ ഒരു കോമ്പാക്റ്റബിൾ സിറ്റുവേഷൻ ഉണ്ടാക്കി വെച്ചാൽ അതിൽ എക്സ്പെരിമെൻ്റ് ചെയ്ത് അത് വർക്കൗട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ ഡിവോഴ്സിന് പോകണമെങ്കിൽ എനിക്കൊരു തെറ്റും തോന്നുന്നില്ല. ഓക്കെ, ഇപ്പോൾ ഇവരുടെ ഞാൻ പറഞ്ഞു ഒരു എക്സാമ്പിളാണ് പറഞ്ഞത്. ഒരു 3 വർഷം മുമ്പ് ഇവർ ഈ ഫിനാൻഷ്യൽ ട്രാൻസ്പെറൻസി പരസ്പരം എന്ന് പറഞ്ഞ ആൾക്കാർ
ലേറ്റർ ഓൺ ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഈ ഇൻ്റർവ്യൂ. സോ ദേ വർക്ക്ഡ് ഓൺ ഇറ്റ്. അവർ എന്ത് കറക്റ്റ് അല്ല എന്നുള്ളത് വർക്കൗട്ട് ചെയ്തിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി ഫൈനലി ദേ ടുക്ക് എ ഡിസിഷൻ. ആൻഡ് അത് ഭയങ്കര റെസ്പെക്ട്ഫുള്ളായി, ഭയങ്കര മെച്യൂർഡായിട്ട് അവർ തീർത്തു. ആൻഡ് ദിസ് ഹാസ് ടു ബി എൻ എക്സാമ്പിൾ. മനസ്സിലായി? ഇതൊരു എക്സാമ്പിളായിട്ടിരിക്കണം. അതായത് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അല്ലാതെ 10 ആളുടെ നിർബന്ധത്തിൽ കല്യാണം കഴിക്കുക, ആ കല്യാണം കഴിച്ചത് പിന്നെ ഒരു ബാധ്യതയായിട്ട് കൊണ്ടു കിടക്കുക. ഇതൊക്കെ എന്താ പറയുക, മക്കളെ മേത്തും തീർക്കൂടാ. നാളെ എന്താ ഇത് ഒരു ബാധ്യത കല്യാണം. ഓക്കെ, ഞാനൊരു അച്ഛനാണ്, ഞാനൊരു അമ്മയാണെന്നുള്ള ബാധ്യതയിൽ ജീവിക്കുമ്പോൾ മക്കൾ നാളെ ചോദിക്കുമ്പോൾ നമ്മളിൽ ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇപ്പം ഞാനും ഇടയ്ക്കൊക്കെ കേട്ടിട്ടുണ്ട്. ഞാനത് എൻ്റെ അച്ഛനമ്മേനെ കുറ്റം പറയുന്നൊന്നുമില്ല, പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട്. നാളുകളിൽ ഞാനതിൻ്റെ മക്കളോട് പറയാതിരിക്കാനാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഈ സാധനങ്ങൾ ഇങ്ങനെ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കുന്നത്. അതായത് ഞങ്ങൾ അനുഭവിച്ചിട്ടല്ലേ നിങ്ങളെ വളർത്തി, ഞാൻ അത് സാക്രിഫൈസ് ചെയ്തിട്ടല്ലേ നിങ്ങളെ വളർത്തി, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഇതൊക്കെ വിട്ട് കളഞ്ഞു എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അതാ കുട്ടികൾ കേൾക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും? മനസ്സിലായി? കുട്ടികൾ കേൾക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും ഇത്? അതിലും നല്ല എന്താ, അങ്ങനെ ഒരു സാക്രിഫൈസിനോ അങ്ങനെ ഒരു വിഷയത്തിനോ നിൽക്കണ്ട. എല്ലാം ഓക്കെ ആയിട്ട് എന്ത് ചെയ്താൽ മതി, ലൈഫ് മുന്നോട്ട് പോയാൽ മതി. ഈ ലൈഫ് മുന്നോട്ട് പോകുന്ന സ്റ്റേജിലാണല്ലോ ഒരു വീട്, കുട്ടികൾ. മനസ്സിലായി? ആ സാധനം അപ്പോഴാണ് ആവശ്യം. അപ്പോൾ അത് സെറ്റിൽ ആവാൻ ആദ്യം ഫിനാൻസ് സെറ്റിൽ ആവണം, പൈസ സെറ്റിൽ ആവണം. അതിനുശേഷം നമ്മൾ മെൻ്റലി സെറ്റിൽഡ് ആവണം. പിന്നെ രണ്ടുപേരും തമ്മിലുള്ള പാർട്ട്ണർഷിപ്പ് സെറ്റിൽ ആവണം. അതിന് കോമ്പാക്റ്റബിലിറ്റി വേണം. രണ്ടുപേരും പരസ്പരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റണം. ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് റെസ്പെക്റ്റ് വേണം. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി ഇതൊന്നും ഇല്ലേ, ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾ സഫറിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയോ, നിങ്ങൾക്ക് പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ വന്നോ, കടിച്ചു തൂങ്ങി നിൽക്കണ്ട. ഇതുപോലെ വളരെ നല്ല ഡിസിഷൻ എടുക്കുക. ഇതിപ്പോൾ സെലിബ്രിറ്റി ലൈഫ് ആയതുകൊണ്ടാണ് ഇവരിതൊക്കെ പുറത്ത് പറയേണ്ട ഒരു ഗതികേട് വന്നത് ഇവർക്ക് തന്നെ. കാരണം ഇത് കണ്ടന്റ് ആക്കിയിട്ട് അവർ മോണിറ്റൈസ് ചെയ്തിട്ട് നാട്ടുകാരെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഓബിയസ്ലി നാട്ടുകാർ നേരത്തെ കണ്ട പോലെ അവരുടെ ഏതെങ്കിലും ഒരു വീഡിയോനിടയിൽ ഇവർ പരസ്പരം സംസാരിച്ചില്ല, നോക്കിയില്ല, ചിരിച്ചില്ല എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് എന്തായി, ഈ പറഞ്ഞ ഇത് പുറത്ത് പറയേണ്ട ഒരു ഗതികേടായി. ഒരു സാധാരണക്കാരൻ്റെ ലൈഫിൽ അതുപോലും ഇല്ലല്ലോ. ആരോട് പറയേണ്ട ആവശ്യമുള്ളത്? ആരോടും പറയേണ്ട കാര്യമില്ല. ആരോടും അവർ വന്നിട്ട് ആരും ഓഡിറ്റ് ചെയ്യില്ല, ആരോടും ചോദിക്കണം. പിന്നെ കുറച്ച് വരട്ട് കുടുംബക്കാരോ ഏതെങ്കിലുമൊക്കെ ആൾക്കാരുണ്ടാവും, ഓരോടൊക്കെ പോടാ പുല്ലേന്ന് പറയും. ഐ ആം ടെല്ലിങ് യു, ഒരിക്കലും ഡിവോഴ്സ് എന്ന് പറയുന്നത് നിങ്ങളൊരു എന്തോ മാരകമായ ക്രൈമായിട്ടോ നിങ്ങളുടെ ലൈഫ് എൻഡ് ആവുന്നൊരു വിഷയമായിട്ടോ കാണരുത്. ഇറ്റ്സ് ജസ്റ്റ് എ ബിഗിനിങ്, ന്യൂ ചാപ്റ്റർ. ഇറ്റ്സ് എ ബെസ്റ്റ് ഓപ്ഷൻ. കടിച്ചു തൂങ്ങി ആരും ഈ പറഞ്ഞ പോലെ ഡെഡ് ബോഡി ആവണേക്കാൾ ബെറ്ററാണ് ഡിവോഴ്സ് ചെയ്ത് മാറിപ്പോണത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇതുപോലുള്ള മെച്യൂർ തീരുമാനമെടുക്കുന്ന ആളുകളുടെ കാര്യങ്ങൾ നമ്മൾ മുന്നിലേക്ക് എത്തുമ്പോൾ അതിൽ നിന്ന് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് ലൈഫിലേക്ക് വെക്കാൻ നോക്കുക. ഓക്കെ, ആൻഡ് ഇഫ് യു ആർ സഫറിങ് ഇൻ യുവർ റിലേഷൻഷിപ്പ്, ഡെഫിനറ്റ്ലി ഈ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ പുതിയ എന്തെങ്കിലുമൊക്കെ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ട് നിങ്ങളെ പാർട്ട്ണറോട് പറഞ്ഞ് ഇഫ് വി ആർ നോട്ട് ഓക്കെ, നമ്മൾ ഈ പരസ്പരം ചത്ത് ജീവിക്കുന്നേക്കാൾ നല്ലത് ലെറ്റ്സ് ബ്രേക്കപ്പ് ആൻഡ് മൂവ് ഓൺ എന്നുള്ള കാര്യം പറയാനുള്ളൊരു ധൈര്യമെങ്കിലും സ്വയം ഉണ്ടാക്കാൻ ശ്രമിക്കുക.